ചരിതം നീ ചൊല്ലിടുമടിയാതെ. Voice of Couture, bridging heritage and headlines. നമസ്കാരം. വോയിസ് ഓഫ് കുറ്റൂറിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ പൊരുൾ തേടിയുള്ള ഒരു യാത്രയിലാണല്ലോ നമ്മൾ. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ രാമായണത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഭരതനെയാണ്. ഭരതനെ നമുക്ക് പരിചയപ്പെടുത്താനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പരുമല ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനും യുവകവിയും പ്രശസ്ത പ്രഭാഷകനുമായ ശ്രീ സുമേഷ് കൃഷ്ണനാണ്. ശ്രീ സുമേഷ് കൃഷ്ണൻ നെയ്യാറ്റിൻകര സ്വദേശിയാണ്. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന കവി സമ്മേളനത്തിൽ മലയാള ഭാഷയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കവിയാണ് ശ്രീ സുമേഷ് കൃഷ്ണൻ. ശ്രീ സുമേഷ് കൃഷ്ണനെ നമുക്ക് വോയിസ് ഓഫ് കുറ്റൂറിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ സുമേഷ് കൃഷ്ണൻ. നമസ്കാരം. ഭരതൻ ത്യാഗത്തിന്റെ മറ്റൊരു മൂർത്തിമത് ഭാവമായി രാമായണത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ? ഭരതനെ പറ്റി കൂടുതൽ അറിയാൻ അങ്ങയുടെ വാക്കുകൾക്കായി നമ്മുടെ വ്യൂവേഴ്സ് കാത്തിരിക്കുകയാണ്. ഭരതൻ രാമായണത്തിലെ ഏറ്റവും തിളക്കമുള്ളൊരു കഥാപാത്രമാണ്. കാരണം നിർവ്യാജ സാഹോദര്യത്തിന്റെ സംശുദ്ധ പ്രതീകമാണ് ഭരതൻ. ഈ കൈകേയി ഭരതനോട് പറയുന്നുണ്ട്, സന്ദർഭമുണ്ടല്ലോ, എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ എന്ന് പറയുന്നുണ്ട്. മാതുലനെ കാണാൻ പോയിട്ട് വരുമ്പോ കൈകേയിയുടെ കരഞ്ഞ് ബഹളമുണ്ടാക്കി രാജ്യം മുഴുവൻ മകനെ വാങ്ങിച്ചു വെച്ചിരിക്കുക. അപ്പൊ അച്ഛൻ താതൻ മരിക്കുന്ന നേരത്ത് മാതാവേ രാമനും സൗമിത്രിയും അരികത്തില്ലേ എന്നാണ് ചോദ്യം ഭരതന്റെ. അച്ഛൻ മരിക്കുന്ന നേരത്ത് അച്ഛൻ അവസാനം എന്താ പറഞ്ഞത്? ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്ത് മാതാവേ എന്നാണ് ചോദ്യം. അപ്പോ കൈകേയി പറയുന്നത് പറഞ്ഞു. ഭരതൻ പറഞ്ഞു എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഹാ രാമ രാമ സീതേ ജനകജേ ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഭരതന്റെ വിശേഷ ബുദ്ധി പ്രവർത്തിച്ചു. ഭരതൻ ചോദിച്ചു, അപ്പൊ ഇവർ മൂന്നുപേരും ഇവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു, ഒരു കാട്ടിപ്പോയി. ഞാൻ 2 വരം ചോദിച്ചു. ഒന്ന് നിന്നെ രാജാവാക്കണം, മറ്റൊന്ന് രാമൻ കാട്ടിൽ പോകണമെന്ന്. എൻ മകൻ എന്ത് ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ, നിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഞാനിതാ സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സന്ദർഭം. അപ്പോൾ ഭരതൻ അമ്മയോട് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയമായ മറുപടി. ഭരതൻ ക്ഷോഭിച്ചിട്ട് പറഞ്ഞത്, ദുർഭഗേ മൂഢേ പിശാചരി ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ, എന്നുടെ ഗർഭത്തിൽ വന്ന് ഭവിച്ചത് എന്റെ മുജ്ജന്മഭാവം കൊണ്ടാണ് എന്നാണ് അമ്മയോടാണ് പറയുന്നത്. ദുർവൃത്ത മാനസേ എന്നാണ്, ദൂഷിച്ച വിചാരങ്ങളുള്ള മനസ്സുള്ള എന്നാണ്. കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ, ഇതൊക്കെ ഇതിന്റെ മലയാളമൊക്കെ എടുത്താൽ ഭീകരമായ ചീത്തയാണ്. ഇതാ പറയുന്നത്. രാമനില്ലാത്ത ഒരു അയോധ്യയെ കുറിച്ച് ചിന്തിക്കാൻ വയ്യാത്ത ഭരതന്റെ അത്യധികം അഗാധമായ സ്നേഹവും നിർവ്യാജമായ രാമഭക്തിയും കൊണ്ട് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഇത് മുഴുവൻ. രാമഭക്തിയുടെ ലഹരിയിൽ പറഞ്ഞില്ല. സാധാരണ ഈ മദ്യത്തിന്റെ ലഹരിയിൽ ആളുകൾ അസഭ്യം പറയുമല്ലോ, അതുപോലെ ഭക്തിയുടെ ലഹരിയിൽ വരുന്ന അസഭ്യമാണിത്. അമ്മയാണെന്നൊന്നും നോക്കുന്നില്ല, രാമനെതിരെ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. എന്നിട്ട് അന്ന് മുതൽ ഈ സന്യാസ വേഷത്തിലാണ് ഭരതന്റെ എല്ലാ ആടയാഭരണങ്ങളും ഉപേക്ഷിച്ച് ഭരതൻ സന്യാസ വേഷത്തിൽ ജീവിക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെന്ന് വിളിച്ച ചേട്ടൻ വരും, ഞാൻ വിളിക്കാൻ പോവാണെന്ന്. അപ്പൊ വസിഷ്ഠനും എല്ലാവരും കൂടെ പോയി. ഈ സമയത്ത് കാട്ടിൽ ഏറ്റവും പൊക്കമുള്ള മരത്തിന്റെ മുകളിലിരുന്ന് സന്ധ്യാപൂജയ്ക്ക് പൂ തീർത്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മണൻ. അപ്പോഴാണ് ഈ സ്വന്തം രാജ്യത്തിന്റെ കൊടിയടയാളം കണ്ട ലക്ഷ്മണൻ അറിയാം, തേര് വരുന്നു, കൊടി പറക്കുകയാണ്. ചുമന്ന കൊടിയാണ് അവരുടെ അധികാര ചിഹ്നം. അങ്ങനെയാണല്ലോ, ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിതധ്വജങ്ങളും എന്നാണ് രാമായണത്തിൽ. ഇപ്പൊ ചുമന്ന കൊടി ഇങ്ങനെ ചുമപ്പിന് തരംഗ ദീർഘ്യം കൂടുതലാണല്ലോ, പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ പൊടിപടലങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നു, കുതിര കുളമ്പടി കേൾക്കാം. ലക്ഷ്മണൻ ഓടി താഴെ ഇറങ്ങി വന്നിട്ട് രാമനോട് പറഞ്ഞു, ചേട്ടാ ചേച്ചി അവിടെ നിന്ന് മാറ്റിക്കും. എന്താ? ഭരതൻ നമ്മൾ രണ്ടുപേരും കൊന്നിട്ട് ചേച്ചിയെ കൊണ്ട് പോകാൻ വന്നിരിക്കുക. അവൻ രാജാധികാരം കിട്ടിയതിന്റെ എന്താണ് പ്രഭുത്വത്തിന്റെ ഗർവിൽ നമ്മളെ പരാജയപ്പെടുത്തി ഇവിടുന്ന് ചേച്ചിയെ കൊണ്ട് പോകാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞു. രാമൻ ഇങ്ങനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് നീ ആരെ കുറിച്ചാണ്? എന്റെ ഭരതനെ കുറിച്ചാണോ പറയുന്നത്? നിന്നെക്കാൾ എനിക്ക് നന്നായിട്ട് അവനെ അറിയാം. ഞാൻ എടുത്തോണ്ട് കിടന്ന കുട്ടിയാണ് ഭരതൻ. അവൻ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടോ വരുന്നതായിരിക്കും. ഞാൻ പോകുന്നില്ല, പക്ഷെ നീ നോക്കിക്കോ. അവൻ നിർവ്യാജമായ സ്നേഹത്തിന്റെ നേരടയാളമാണ്. എന്റെ കുട്ടിയെ നിനക്കെന്നല്ല ആർക്കും മനസ്സിലായിട്ടില്ല, ആണ് അവന്റെ വിധി എന്ന് പറഞ്ഞു അകത്തിരിക്കുന്നു. അപ്പോഴേക്കും ഭരതൻ ഓടി വന്ന് വെട്ടിയിട്ട വാഴത്തട പോലെ വീണ് നമസ്കരിക്കുകയാണ് ചേട്ടന്. കാലിൽ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ ശ്രീരാമൻ പിടിച്ചെണീപ്പിക്കുന്നു. എണീപ്പിച്ചിട്ട് എന്താ അറിഞ്ഞുടനെ ഓടിപ്പിടിച്ചു പോകുന്നത്? അവിടെ ജോലിയില്ലേ നിനക്ക് എന്ന് ചോദിക്കുന്നു. അല്ല, അങ്ങില്ലാത്ത രാജ്യം ഹൃദയമില്ലാത്ത ശരീരം പോലെയാണ്, എങ്ങനെ പ്രവർത്തിക്കും? അങ്ങോട്ട് വരണം, വന്ന്
അച്ഛന്റെ കുറവ് നികത്തേണ്ടത് ഞാനല്ല, മൂത്ത മകനാണ്. അതുകൊണ്ട് അങ്ങ് അവിടെ വന്ന് രാജ്യം ഭരിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ ശിക്ഷിക്കുകയും പാലിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളാണ്. അങ്ങ് ഇവിടെ വന്നിരിക്കുകയാണോ വേണ്ടത് എന്ന് പറഞ്ഞു. അച്ഛൻ കൊടുത്ത വാക്കാണ്, അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കും, നീ പൊയ്ക്കോ, നീ സാരമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞു. രാജ്യഭാരം ദണ്ഡമാണെന്നും ദണ്ഡകാരണ്യവാസം സുഖമാണെന്നും അമ്മയോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇല്ല ചേട്ടൻ വരാതെ ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ നിരാഹാരം കിടന്ന് മരിക്കും, പ്രായോപവേശം ചെയ്യും എന്നാണ് പറഞ്ഞത്. പ്രായോപവേശം ചെയ്യാന്ന് വെച്ചാൽ പട്ടിണി കിടന്ന് ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ രാമൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ സമാധാനമായിട്ട് പോകും, 14 വർഷം കഴിഞ്ഞ് ഞാൻ ഇതാ വരും, 14 വർഷം എന്ന് പറയുമ്പോൾ പോകും, 14 വസന്തകാലമല്ലേ, അതിപ്പോ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ടും ഭരതന് വലിയ വിഷമമുണ്ടായി. അവസാനം ശ്രീരാമന്റെ മെതിയടി കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. പോയി മറഞ്ഞു കഴിയുമ്പോൾ ലക്ഷ്മണനോട് പറയും, ഞാൻ എന്താ നിന്നോട് പറഞ്ഞു, ഭരതൻ ഇപ്പം വന്ന് നമ്മളെ കൊന്നുകളയൊന്നുമില്ല നീ പറഞ്ഞു, ഭരതൻ ആരാണെന്ന് എനിക്കറിയാം, ഭരതൻ ആരാണെന്ന് നിങ്ങളെ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഈ ഭരതന്റെ നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞാൽ 14 വർഷം തികയുന്നതിന്റെ അന്ന് രാത്രി വരെ ഞാൻ നോക്കും, പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ വന്നില്ല എങ്കിൽ ഞാൻ തീച്ചാടി മരിക്കും. അതാണ് ലങ്കയിലെ ഇത്രയും മതില് പോലും സ്വർണം, അങ്ങനെയുള്ള ലങ്കയിൽ താമസിച്ചിട്ട് പോയാൽ മതി എന്ന് വിഭീഷണം പറയുമ്പോൾ ലക്ഷ്മണനും പറഞ്ഞു, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോകാം, നല്ല ഭംഗിയുള്ള സ്ഥലം, നമ്മളെ നാട് പോലെയേ അല്ല എന്ന് പറയുന്നു. അപ്പൊ ശ്രീരാമൻ പറയുന്നൊരു വാക്യമുണ്ട്, എന്താണ്, ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് പുഷ്പവിമാനം ഇറക്കി നിർത്താൻ പറഞ്ഞു, നമുക്ക് പോകണം എന്ന് പറഞ്ഞു. പോയിട്ട് വേറെ കാര്യമുണ്ട്. ഒരു നിമിഷം പോലും ഇവിടെ നിന്നില്ല. പിന്നീട് എന്തുകൊണ്ട് നിന്നില്ല എന്ന് ചോദിച്ചാൽ വിഭീഷണനോട് പറയുന്നുണ്ട്, ഞാൻ വരുന്നതും കാത്ത് എൻ്റെ സഹോദരൻ ഇരിപ്പുണ്ട്, ഇവന്റെ ചേട്ടൻ ഇരിപ്പുണ്ട്, കൈകേയി മാതാവിന്റെ മകൻ അവിടെ ഇരിപ്പുണ്ട്, എന്നെ കണ്ടില്ല എങ്കിൽ അവൻ തീ ചാടി മരിക്കും, അവൻ മരിച്ചതിന് ശേഷം എനിക്ക് എന്തിന് രാജ്യം, എൻ്റെ സഹോദരങ്ങളിൽ ഒരുത്തം പോയിട്ട് എനിക്ക് കിട്ടുന്ന രാജ്യം എന്തിന് എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. പോകുമ്പോ ശരിയാണ്, തീ ആളി പടർന്നുകൊണ്ടേയിരിക്കുന്നു, ചാടാ റെഡിയായിരിക്കുക, ചേട്ടനെ കണ്ടില്ല, ഇനി 1.5 മണിക്കൂർ സമയം കൂടെ ഉള്ളൂ, തീ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്, വിറവ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു, നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് രാമൻ ചെന്നിട്ട് പറഞ്ഞത്, ഞാൻ വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ജടയൊക്കെ പിടിച്ചിട്ടുണ്ട് ഭരതന്. ഋഷി ജീവിതമായിരുന്നു, ഒരു നേരമേ ആഹാരം കഴിക്കൂ, ഗോമൂത്രത്തിൽ വേവിച്ച അരി കുറച്ചെന്തെങ്കിലും കഴിക്കും എന്നുള്ളതേ ഉള്ളൂ, ദർഭ വിരിച്ച് കിടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ആള്. രാമായണത്തിൽ പറഞ്ഞ ആദ്യം ശ്രീരാമൻ ചെയ്ത് ശ്മശ്രു നികൃന്തകന്മാരെ വരുത്തിനാൻ എന്നാണ് രാമായണത്തിൽ. ശ്മശ്രു നികൃന്തകൻ, ശ്മശ്രു എന്ന് വെച്ചാൽ താടി മീശയെ പറയുന്ന പേരാണ് ശ്മശ്രു. ശ്മശ്രു നികൃന്തകൻ എന്ന് വെച്ചാൽ ബാർബറെ വിളിച്ച് ക്ലീൻ ഷേവ് ചെയ്യുക. ശ്രീരാമനും അത് തന്നെയാണ് ചെയ്തത്. എന്നിട്ടാണ് പിന്നീട് ഈ അഭിഷേകത്തിനുള്ള ഇതൊക്കെ ചെയ്യുന്നത്. അത് രസകരമായൊരു സന്ദർഭം രാമായണത്തിൽ പറയുന്നുണ്ട്. 1008 കുടത്തിൽ അഭിഷേകം ചെയ്യുന്നു. ഭരതൻ ഇങ്ങനെ വളരെ വിനീത വിധേയനായി തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഭരതൻ പറയുന്നുണ്ട്, ചേട്ടൻ ഇവിടെ വന്ന് ഈ രാജ്യഭാരം ഏറ്റെടുക്കുമ്പോഴാണ് സത്യത്തിൽ ശരിയായ രീതിയിൽ ഞങ്ങളൊക്കെ സനാഥരാണ് എന്ന് തോന്നിയത് എന്ന് പറയും. രാമായണത്തിലെ ഫലശ്രുതിയിൽ പറയുമല്ലോ, രാമൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചതെന്ന് ഒറ്റ വരിയിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. എന്താണ്, ആൺമക്കളെ അച്ഛന്മാര് പരിപാലിക്കുന്ന പോലെ. നന്ദനമാരെ എന്നല്ല പറഞ്ഞു, അവിടെ നന്ദനന്മാരെന്ന് വെച്ചാൽ മക്കൾ എന്നുള്ള അർത്ഥം എടുക്കാം. പക്ഷെ അച്ഛന്മാര് ആൺമക്കളെ പരിപാലിക്കുന്നത് ദീർഘദർശിത്വത്തോടെ ആയിരിക്കും. ഒരു മോൾക്ക് 10 രൂപ കൊടുക്കും പോലെ അല്ല അച്ഛൻ മോന് 10 രൂപ കൊടുക്കുന്നത്. മോന് 10 രൂപ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛൻ ബാഗ് പരിശോധിക്കും, ഈ 10 രൂപയ്ക്ക് അവൻ എന്താ വാങ്ങിച്ചതെന്ന്. അത്ര സൂക്ഷ്മത മക്കളിൽ കാണിക്കും. ആ സൂക്ഷ്മത ഒരു ഭരണാധികാരിക്ക് പ്രജകളോട് വേണമെന്നാണ്. ഇത് എഴുത്തച്ഛൻ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ കാളിദാസന്റെ നിന്ന് കിട്ടിയതാണ്. രാജാവ് കരം പിരിക്കേണ്ടത് എങ്ങനെയെന്ന് കാളിദാസൻ രഘുവംശത്തിൽ പറയും. ശ്രീരാമന്റെ കഥ തന്നെയാണല്ലോ, ശ്രീരാമന്റെ വംശത്തിന്റെ കഥയാണ്. രഘുവംശത്തിൽ പറയും, ഈ സൂര്യൻ കടലിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പോലെ ആവണം രാജാവ് കരം പിരിക്കേണ്ടത്. സൂര്യൻ കടലിൽ നിന്ന് വെള്ളം എടുക്കും, എന്തിനെന്ന് ചോദിച്ചാൽ സ്വയം കുടിക്കാനല്ല, 10,000 ഇരട്ടി മഴയായി തിരിച്ചു വർഷിക്കാനാണ്. അപ്പൊ ഗവൺമെന്റിന് നമ്മളെ 33 രൂപ കരം പിരിക്കാം, പക്ഷെ അത് 3000 രൂപയായിട്ട് തിരിച്ചു തരാൻ വേണ്ടിയാണ്, ഉപകരിക്കാൻ വേണ്ടിയാണ് പിരിക്കേണ്ടതെന്ന് കാളിദാസൻ അന്ന് വിക്രമാദിത്യ രാജാവിന് തട്ടാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരുന്നത്. അവ അത്ര സൂക്ഷ്മതയോടുകൂടി എഴുതിയതിനെ എഴുത്തച്ഛൻ അതിനെ ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. അങ്ങനെ രക്ഷിച്ച രാമന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് സസ്യസമ്പൂർണയായി വന്നു പ്രകൃതിയും എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഭരണാധികാരി നന്നായിരിക്കുമ്പോൾ പ്രകൃതി അനുകൂലമായിരിക്കും എന്നാണ്. അത് വേദവിധി മുതൽ ഇങ്ങോട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇത്തരത്തിൽ ഭൂമിയാകാൻ വേണ്ടിയിട്ടാണ് ഭരതൻ പുറകെ നടന്ന് രാമനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നത്, അങ്ങ് തിരിച്ചു വരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ആരാണ് ഭരിക്കേണ്ടതെന്നും അത് എങ്ങനെ വേണം എന്നും അറിയാവുന്നതുകൊണ്ടാണ് ഭരതൻ സ്വയം അത് ഏറ്റെടുക്കാത്തത്. ഭരതൻ കാട്ടിപ്പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മാണ്ഡവിയാണ് ഭരിച്ചത്. മാണ്ഡവിയാണ് ഈ വിഷചികിത്സ അടക്കം
സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന ആള് മാണ്ഡവിയാണ്. മാണ്ഡവിയാണ് സത്യത്തിൽ അയോധ്യയുടെ രണ്ടാമത്തെ പിറവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആള് ഭരതൻ എന്നിട്ട് കണക്ക് കൊടുക്കുന്നുണ്ട്. രാമൻ തിരിച്ചു വരുമ്പോൾ അങ്ങ് ഇവിടുന്ന് പോകുമ്പോൾ എന്നെ രാജ്യം ഏൽപ്പിച്ച് അങ്ങ് പോകുമ്പോൾ 16,000 കുതിരയായിരുന്നെങ്കിൽ ഇപ്പൊ 22,000 കുതിരയായി. അല്ല, ഞാൻ ഖജനാവ് കൊള്ളയടിച്ചിട്ട് അങ്ങേ കാത്തിരിക്കുമ്പോൾ വിജനമായ ഖജനാവോടുകൂടിയല്ല, അങ്ങ് ഇവിടുന്ന് പോകുമ്പോൾ എത്ര ധനം ഉണ്ടായിരുന്നോ അതിന്റെ 30 ഇരട്ടി ധനം ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. ആളുകളെ കൂടുതലായി പിഴിയാതെ, ചൂഷണം ചെയ്യാതെ, മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചെടുത്തതാണിത് എന്നൊക്കെ പറയുന്നൊരു സന്ദർഭമുണ്ട്. ഈ ശ്രീരാമന്റെ വനവാസ കാലത്താണ് മാണ്ഡവിയുടെ മരണം. അതെ അതെ. മാത്രമല്ല, മാണ്ഡവി അപാര പണ്ഡിതയായിരുന്നു. ജനക മഹാരാജാവ് 4 പേരെ 4 വിഷയങ്ങളാണ് പഠിപ്പിച്ചത്. സീതയെ പഠിപ്പിച്ച തത്വചിന്തയാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ മുന്നിൽ നിന്നാണ് ഈ ഘോരമൃഗ വ്യാഘ്ര സൂകര സൈരിഭ് വ്യാളഭല്ലൂകങ്ങളുണ്ട്, അതുകൊണ്ട് നീ കാട്ടിലൊന്നും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ ശ്രീരാമന്റെ 1 മണിക്കൂർ പ്രസംഗം മുഴുവൻ സീത ഒറ്റയ്ക്ക് എന്ന് കേൾക്കുകയാണ്. അവസാനം ഒരു മറുപടി ഉണ്ട്. ഈ മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ, മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. രാമായണങ്ങൾ പലതും കവിവര രാമോദം ഉൾക്കൊണ്ട് ചൊന്നു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയെ കൂടാതെ രാഘവൻ കാനനവാസത്തിന് എന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്, രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാണില്ലു. ഏകാത്മക ദർശനം എന്ന് പറയുന്ന ഫിലോസഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം എടുത്ത് അവതരിപ്പിക്കുക സീത. ആ സീതയെ ജനകം പഠിപ്പിച്ച തത്വചിന്തയാണ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് എന്ന് പറയുന്ന സാധനമാണ് ഊർമിളയെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഊർമിള ലക്ഷ്മണൻ പോയപ്പോൾ ലക്ഷ്മണന്റെ കൂടെ പോകാനുള്ള സർവ്വസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ട് ഊർമിള ഇറങ്ങി പോകാത്തത്, ഞാൻ കൂടെ പോയാൽ ഈ വീടല്ലാതായി പോകുന്ന ബോധമുള്ളത് കൊണ്ടാണ്. അമ്മമാരുടെ മരുന്നുകളെല്ലാം തെറ്റും, അച്ഛൻ്റെ അവസ്ഥ മോശമാവും, അച്ഛൻ ഇപ്പോഴേ സമയത്തൊന്നും കഴിക്കുന്നില്ല, അച്ഛൻ്റെ കൂടെ അമ്മമാരുടെ കൂടെ നിൽക്കാൻ ഒരാൾ വേണം എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ്. ശ്രുതകീർത്തി സംഗീതജ്ഞയായിരുന്നു. എപ്പോഴും കലാകാരന്മാരുടെ കീർത്തിയാണല്ലോ പരക്കുന്നത് പെട്ടെന്ന്. ശ്രുതകീർത്തിയാണ്. ഈ കീർത്തി കേട്ട് 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 കീർത്തി പരത്തുന്നവളാണ്. മാണ്ഡവിയാകട്ടെ, മാണ്ഡവി ഭരണതന്ത്രജ്ഞയായിരുന്നു. മാണ്ഡവി തക്ഷനും ശിലയും, ഭരതന്റെ മകൻ തക്ഷനും മരുമകൾ ശിലയും, ഇവരെ രണ്ടുപേരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഈ തക്ഷശില എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് ആലോചിച്ചത് എന്ന് ഇതിഹാസത്തിന്റെ ഇതളുകൾ എന്ന പുസ്തകത്തിൽ ബി സന്ധ്യ IPS അവരെഴുതിയിട്ടുണ്ട്. മാണ്ഡവിയുടെ സർവ്വപ്രത്യേകതകളെ കുറിച്ചും എഴുതിയിട്ടുള്ളൊരു കൃതിയാണത്. നേരത്തെ ഒരു വിഷചികിത്സയുടെ കാര്യം പറഞ്ഞു. അതുവരെ അറിയാവുന്ന ആളായിരുന്നു മാണ്ഡവി. കാരണം പണ്ട് ഈ സാധാരണക്കാരെയൊക്കെ പാമ്പ് കടിച്ചാൽ കൊട്ടാരത്തിൽ നിന്ന് ആരും വന്ന് നോക്കിയൊന്നുമില്ല, അവർ പാമ്പ് കടിച്ചങ്ങ് മരിക്കും. ഈ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ അവർ രാജാവ് ഇടപെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ രാജപത്നിമാരത് കാണേണ്ടതുണ്ട് എന്നവരാണ് ആദ്യം പറയുന്നത്. കാരണം ജനക മഹാരാജാവിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ സാധാരണ കർഷകരുടെ കൂടെ വയലിലിറങ്ങി ഉഴാൻ പോകുന്ന ആളായിരുന്നു. അങ്ങനെയുള്ളൂ, അത്ര സിമ്പിളായ ഒരു രാജാവായിരുന്നു. സീരധ്വജൻ എന്നാണ് ജനകന്റെ യഥാർത്ഥ പേര് തന്നെ. സീരം എന്ന് വെച്ചാൽ കലപ്പയാണ് അദ്ദേഹത്തിന്റെ കൊടിയുടെ ആൾ. കർഷക രാജാവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പുറത്തെ ശ്രീരാമന്റെ കുടുംബക്കാർക്കാണെങ്കിൽ കരിമ്പ് കൃഷിയാണ് അവരുടെ കുടുംബ തൊഴിൽ. കുലത്തൊഴിൽ കരിമ്പ് കൃഷിയായിരുന്നു. ഇക്ഷ്വാകു വംശമാണ്. ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പ്. ഈ കരിമ്പിന്റെ മുട്ടുള്ള വലിയ കരിമ്പ് നമ്മൾ ഇക്ഷുദണ്ഡിക എന്നാണ് പറയുന്നത്. ഇക്ഷുദണ്ഡിക എന്ന പേരിൽ വൃത്തമുണ്ട് സംസ്കൃതത്തിൽ. അപ്പൊ കരിമ്പ് കൃഷിക്കാർക്ക് കരിമ്പ് വെട്ടി കൊണ്ടുപോകാനുള്ള വാഹനമാണ് രഥം. ബാക്ക് ഓപ്പൺ ആയിരിക്കും അത്. നമ്മൾ എപ്പോഴും പെട്ടിയോട്ടയിൽ ഈ വലിയ പച്ചപ്പുല്ലൊക്കെ കൊണ്ടുപോകണമെന്നില്ല, പുല്ല് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു പോകും. ഇങ്ങനെയുള്ള ഒരു ബാക്ക് ഓപ്പൺ വാഹനമാണ് ഈ രഥം. ഏറ്റവും വേഗത്തിൽ ഇത് എത്തിക്കേണ്ടതുകൊണ്ടാണ് കുതിരയെ വാഹനമാക്കുന്നത്. കുതിരയുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങളിൽ ഒന്ന് ഇതിന്റെ ചണ്ടിയായിട്ട് എന്തെങ്കിലും സാധനം കൊടുക്കുകയൊക്കെ ചെയ്യാം. അത്തരത്തിലുള്ള 2 രാജവംശങ്ങൾ, ഒരേ തരം സാമ്പത്തിക നിലയുള്ളവർ തമ്മിലെ പണ്ട് വിവാഹത്തിൽ ഏർപ്പെട്ടിരുന്നുള്ളൂ. അതിന്റെ പ്രത്യേകത, ഒരു കുടുംബത്തിൽ ഒന്നിലധികം കന്യകമാരുണ്ട്, ഇപ്പുറത്തെ കുടുംബത്തിൽ ഒന്നിലധികം പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ കെട്ടിച്ചിരുന്നുള്ളൂ. കാരണം ഒരേ സംസ്കാരത്തിൽ നിന്ന് വരുന്നവർ പെട്ടെന്ന് ചേരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്. 4 കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ അങ്ങേക്കും ഉണ്ടല്ലോ നൂനം എന്നാണ് ജനകന്റെ ചോദ്യം തന്നെ. ആദ്യം ദശരഥനെ കാണുമ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ്. എനിക്ക് 4 പേരുണ്ട്, ഇനി വന്നു ഓരോ കല്യാണമായിട്ട് നടത്തി പൈസ കളയാൻ വയ്യ, ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് നടന്നോട്ടെ എന്ന് പറഞ്ഞു. അതിൽ മത്സരം ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും രസം. അതായത് ശ്രീരാമൻ മാത്രമേ മത്സരമുള്ളൂ. ശ്രീരാമൻ ഈ ത്രയംബകം എടുക്കുന്നു, ഓടിക്കുന്നു. പക്ഷെ ഈ ബാക്കി 3 അനിയന്മാർക്ക് ഈ മത്സരമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കുടുംബത്തിലെ മൂത്തയാളിന്റെ കരബലം, അതിന്റെ രക്തഗുണം താഴോട്ടുള്ളവരിൽ ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവിലാണ്. ഏറെയും കുറഞ്ഞു ആവാം അത്, എന്നാലും അത് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ത്രയംബകം കൊണ്ടുപോയി സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്നാണെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം, കണ്ടാലും ത്രയംബകം എന്നിതും മന്ത്രീന്ദ്രനും. സുമന്ത്രർ പറയണം, കണ്ടോ ത്രയംബകം, സുമന്ത്രരല്ല അവിടുത്തെ മന്ത്രി. അപ്പോ ശ്രീരാമൻ എന്ത് ചെയ്തു എന്ന് രസകരമായി എഴുത്തച്ഛൻ എഴുതുന്നുണ്ട്. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട്, ശിവന്റെയാണ് വില്ല്, ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൻ എന്നാണ്. ഈ
ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ അടി കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് എഴുത്തച്ഛൻ അത് അവതരിപ്പിക്കുക. ശിവന്റെ ധനുസ് കണ്ട് വന്ദിക്കുന്ന വിഷ്ണു, പരസ്പര ബഹുമാനത്തിന്റെ വലിപ്പം എന്താണെന്നുള്ളതാണ്. ഇത് ഖണ്ഡിച്ചാലേ കല്യാണം കഴിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇത് ഖണ്ഡിക്കുന്നത്. അത് ചോദിക്കുകയാണ്, മൗനാനുവാദം കൊടുക്കുകയാണ് ശിവൻ. ശിവപാർവതിമാര് കൊടുക്കുന്ന മൗനാനുവാദത്തിലാണ് ഇത് എടുക്കുന്നത്. വളരെ നിസ്സാരമായിട്ടാണ് എടുക്കുന്നത്. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ച് ജിതശ്രമം നിന്നരുളുന്ന നേരം 7 ലോകങ്ങളും ഒന്ന് മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം കൊണ്ടു ദേവദേവനെ സ്തുതിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം വിശ്വേശ്വരനുടെ വിവാഹോത്സവ ആരംഭ ആഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇതാണത് എഴുത്തച്ഛൻ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അവിടെയാണ്. കാരണം ഉത്സവത്തിന്റെ മേളക്കൊഴുപ്പ് മുഴുവനും ആ ഭാഷയിൽ കൊണ്ടുവന്നിട്ട് ഭരതൻ ഇങ്ങനെ നിറഞ്ഞ കണ്ണുമായി നോക്കിക്കൊണ്ടിരിക്കുക ചേട്ടന്റെ വിവാഹം. അപ്പൊ ഭരതൻ തന്നെ പറയുന്നുണ്ട്, പിന്നെ വരുന്ന വഴിയിൽ ഭരതൻ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, ഞാനാണ് ചേട്ടൻ കഴിഞ്ഞിടത്ത് മൂത്തയാള് ഞാനാണ്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് അനിയന്മാരോടൊക്കെ പറഞ്ഞു കൊണ്ടുവരിക. ഏതൊക്കെ ചെയ്യണമെന്ന്. വേറൊരു രാജ്യത്ത് പോയാണ് കല്യാണം കഴിക്കുന്നത്, വേറൊരു കൊട്ടാരത്തിലാണ്, വേറൊരു സിസ്റ്റത്തിലാണ് നമ്മൾ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കുക, എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ പറയും പോലെ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ ഒരു മുതിർന്ന ആളിന്റെ എല്ലാ സ്വഭാവ സൗഷ്ഠവത്തോടും കൂടിയാണ് നിൽക്കുന്നത്. അത്ര കണ്ട് രാമന്റെ ജീവിതത്തിൽ അഗാധമായ ഭക്തിയുള്ള ആളാണ് ഈ ഭരതൻ. ആദ്യം തന്നെ ഭരതന് രാജ്യഭാരം കൊടുക്കണമെന്ന് പറഞ്ഞ് നീ ബഹളം ഉണ്ടാക്കണമെന്ന് മന്ദര എന്ന് പറയുമ്പോൾ കൈകേയി പറയുന്നൊരു വാക്യമുണ്ട്, നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. രാമനെ പറ്റി പറയാണ്, ഇഷ്ടമില്ലാതൊരു വാക്ക് പറയുകയില്ല, എനിക്കിഷ്ടമില്ലാത്ത ഒന്നും അവൻ പറഞ്ഞിട്ടില്ല. പിന്നെ രാമന് കൗസല്യാദേവിയേക്കാൾ ഏറ്റവും പ്രേമമേറും എന്നോട്. രാവിലെ എണീറ്റിൽ ആദ്യം എന്നെ ആ കണി കാണുന്നത്, കൗസല്യല്ല, പിന്നെയാണ്. എനിക്കും ഭരതനേക്കാൾ ഇഷ്ടം അവനോടാണ്, കാരണം അവനെയാണ് ഞാൻ ആദ്യം കണ്ടത്. അത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ വൈകാരിക മുഹൂർത്തങ്ങൾ രാമായണത്തിൽ സൃഷ്ടിച്ച ഒരു കഥാപാത്രം കൂടിയാണ് ഭരതൻ. ഭരതന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ 10 പേര് അറിയും. രാമന് ദേഷ്യം വരുന്ന പോലെയല്ല. രാമന് ദേഷ്യം വരില്ല, പുണർന്ന നക്ഷത്രക്കാരനാണ്, ദേഷ്യം പതുക്കെ വരുള്ളൂ. ലക്ഷ്മണൻ ആയില്യ നക്ഷത്രക്കാരന് തൊട്ടാ മതി ദേഷ്യം വരും, സർപ്പമാണ്, ഇങ്ങനെ നിൽക്കും. ഭരതൻ ശാന്തനാണ്. പൊതുവിൽ ഭരതൻ ഏറ്റവും പ്രകടമായ ആദരത്തിന്റെ, പ്രകടമായ സാഹോദര്യ സ്നേഹത്തിന്റെ, ജ്യേഷ്ഠഭക്തിയുടെ ഏറ്റവും ഉത്തമമായൊരു മാതൃകയാണ്. ലക്ഷ്മണനും അതെ, എന്നാലും ഭരതൻ അതിന്റെ കുറച്ചുകൂടി സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. ലക്ഷ്മണനാണ് കൂടെ പോകുന്നത് എങ്കിലും ഭരതൻ ശ്രീരാമനോട് കൂടെ അങ്ങനെ നടക്കുന്നില്ല എങ്കിലും അത് ഈ പായസത്തിന്റെ ഷെയറിംഗ് കൊണ്ടുണ്ടായതാണെന്ന് നമുക്കറിയാം. ഈ മുടി വേർപെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് പായസം തട്ടിക്കളയപ്പെട്ടുവെന്നും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുവെന്നും, അങ്ങനെ ഏത് പങ്കിൽ നിന്നാണോ കിട്ടിയത് ആ പങ്കിൽ നിന്ന് ജനിച്ച കുട്ടികൾ ഈ കൊടുത്ത പങ്കുകാരിയുടെ കുട്ടികളുമായിട്ടുള്ള അടുപ്പം ഉണ്ടായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു തത്വം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉള്ളിൽ ഒരേ സമയം തന്നെ ശ്രീരാമന്റെ ശാന്തതയുമുണ്ട്, ഭരതന്റെ ആത്മാർത്ഥതയുമുണ്ട്, ലക്ഷ്മണന്റെ എടുത്തുചാട്ടവും ഉണ്ട്, ശത്രുഘ്നന്റെ സംയമി സ്വഭാവവും ഉണ്ട്. ഇതെല്ലാം ഒരു ശരീരത്തിലുണ്ട്. ഇതിനെ സംയോജിപ്പിച്ച് കൊണ്ടുപോകലാണ് പ്രയാസവും, അതാണ് ചെയ്യേണ്ടത്. അതിന് 3 അമ്മമാര് വേണം. ത്രിഗുണാത്മകമാണ്. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമായിട്ടുള്ള 3 അമ്മമാര് വേണം. എങ്കിലേ ഈ 4 എണ്ണത്തിനെ നമുക്ക് സുഖകരമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദർശനം. അങ്ങനെയുള്ള ദർശനത്തിൽ ആലോചിക്കുമ്പോഴാണ് ഭരതൻ ഭാരതീയ ഇതിഹാസത്തിലെ ഏറ്റവും മികച്ച ഇതിഹാസമായ അധ്യാത്മ രാമായണത്തിൽ വിശേഷിച്ച് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഭരതനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാമായണത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഭരതന്റെ ഈ നിർവ്യാജമായ സ്നേഹം കൊണ്ട് മാത്രമാണ്. നിർവ്യാജമായ സ്നേഹത്തിന്റെ ഉത്തമമായ മാതൃക എന്നുള്ള രീതിയിലാണ് ഞാൻ ഭരതനെ വായിക്കുന്നത്, നോക്കിക്കാണുന്നത്. വോയിസ് ഓഫ് കുറ്റൂരിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുറ്റൂർ, ബ്രിഡ്ജിംഗ് ഹെറിറ്റേജ് ആൻഡ് ഹെഡ്ലൈൻസ്. താങ്ക് യു.